തിരഞ്ഞെടുത്തെന്നെ തിരുഹിതം ചെയ്യുവാൻ ദേവനിൻ കരുണയിതേ. യോഗ്യത ലേശവും ഇല്ലാതെ ആയുസ്സിലിതുപോലൊരു ഭാഗ്യം ജയ ജയ ജീവിത രഹസ്യമിതേ. മരുവിലെ ജീവിത സമരത്തിൽ മരുവിലെ ജീവിത സമരത്തിൽ ഭയമിനി വേണ്ട യാക്കോബയെന്ന് യാഹോവനരുളിയ പോൽ പോകുന്നു രക്ഷയിൻ വാർത്തയുമാ. ജയം തരും ബലം തരും ദൂതു തരും സന്നിധി കൂടങ്ങ് പോന്നിടും. പിന്നിവിടെന്തു ഭയം നീടാൻ പിന്നിവിടെന്തു ഭയം നീടാൻ. തിരഞ്ഞെടുത്തെന്നെ തിരുഹിതം ചെയ്യുവാൻ ദേവനിൻ കരുണയിതേ. യോഗ്യത ലേശവും ഇല്ലാതെ. ഹല്ലേലൂയ. നന്ദി കർത്താവേ, സ്തുതിക്കുന്നു കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. കരുണയുള്ള നാഥ, സ്വർഗീയ പിതാവേ, അതിമനോഹരമായ നല്ല പ്രഭാതത്തിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഉറങ്ങി ഉണർന്നെൻ്റെ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ഒരു ദിനം കൂടെ ദാനമായി തന്നല്ലോ. നന്ദിയപ്പാ, നന്ദിയപ്പാ കർത്താവേ. ഈ ജൂൺ മാസത്തിൻ്റെ 6-ാമത്തെ ദിവസക്കായി നന്ദി പറയുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസത്തിൽ ഹല്ലേലൂയ കർത്താവേ. അടിയൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച പ്രിയ മക്കളുണ്ട്, ഈ പ്രാർത്ഥനാ ശബ്ദം ശ്രവിക്കുന്ന പ്രിയ മക്കളുണ്ട്, ഞങ്ങളുടെ കുടുംബമുണ്ട് കർത്താവേ. ഞങ്ങളുടെ സകല ആവശ്യങ്ങളും ആഗ്രഹങ്ങളും സ്തോത്രത്തോടെ അറിയിക്കുകയാണ്. സ്വർഗമേ, ഞങ്ങൾ പ്രാർത്ഥിച്ച് ഏൽപ്പിക്കുകയാണ്. ആയിരിക്കുന്ന ഇടങ്ങളിലെല്ലാം കർത്താപ്പച്ചൻ്റെ വലിയ അനുഗ്രഹവും സാന്നിധ്യവും ഓരോ മക്കൾക്കും നൽകണം. ഞങ്ങളുടെ പോക്കിലും വരവിലും വാഹനയാത്രയിലും വഴിയാത്രയിലും ജോലികാര്യങ്ങളിലും വിശ്രമവേളകളിലും എല്ലാം സ്വർഗീയ സാന്നിധ്യം ഞങ്ങൾക്ക് അനുഭവിപ്പാൻ ഇടയാക്കുമാറാകണം. ഞങ്ങളുടെ ശരീരാത്മ ദേഹികളൊക്കെ ബലപ്പെടണം. ക്ഷീണങ്ങളും ഭാരങ്ങളും രോഗങ്ങളും മാറണം. സകല ആശ്വാസവും അടിയകൾക്ക് നൽകുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കട്ടെ കർത്താവേ. ഞങ്ങളുടെ പൈതങ്ങളെ സമർപ്പിക്കട്ടെ. ജീവിത പങ്കാളിയെ ഏൽപ്പിക്കട്ടെ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തെ ഏൽപ്പിക്കട്ടെ. അവരുടെ ഭാവി ഏൽപ്പിക്കട്ടെ. അവരുടെ ജോലി ഏൽപ്പിക്കട്ടെ. അവരുടെ കുടുംബജീവിതം സമർപ്പിക്കട്ടെ. തന്ന കൊച്ചു തലമുറകളെ സമർപ്പിക്കട്ടെ. ഞങ്ങളായിരിക്കുന്ന ദേശത്തെ ഏൽപ്പിക്കട്ടെ. ഞങ്ങൾ പാർക്കുന്ന ഭവനത്തെ ഏൽപ്പിക്കട്ടെ. എല്ലാം അവിടുത്തെ ദാനമായി നന്ദി പറയുക, സ്തോത്രം ചെയ്യുക, സ്തോത്രം ചെയ്യുക കർത്താവെ. എത്ര സ്തുതിച്ചാലും മതി വരില്ല, എത്ര നന്ദി പറഞ്ഞാലും മതി വരില്ല. സ്തോത്രം. എല്ലാവരെയും ഒരുപോലെ അനുഗ്രഹിക്കണം, കാത്തുസൂക്ഷിച്ച് പരിപാലിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണം. വിദ്യാഭ്യാസത്തെ മാനിക്കണം. ഓർമ്മശക്തിയും ബുദ്ധിയും കൊടുക്കണം. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടണം. ചെറുതും വലുതുമായ ക്ലാസ്സുകളിൽ പഠിക്കുന്ന ഓരോ മക്കളെയും പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുക. വിവിധ കോഴ്സുകളിലായിരിക്കുന്നവർ, BSc നഴ്സിങ്ങിന്, എൻജിനീയറിങ്ങിന്, മെഡിസിന് പഠിക്കുന്ന മക്കൾ, OITയും IELTSും പഠിക്കുന്നവർ, ജർമ്മൻ പഠിക്കുന്നവർ, നീറ്റിൻ്റെ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർ, കർത്താവെ ഡിഗ്രിക്ക് പഠിക്കുന്നവർ, എല്ലാ മക്കളെയും ഞങ്ങൾ ഓർക്കുകയാണ്. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുക. കുഞ്ഞുങ്ങളെ സഹായിക്കണം. നന്നായി പഠിക്കണം, നന്നായി പരീക്ഷ എഴുതണം, നല്ല മാർക്കോടെ പാസ്സാകണം. സ്വർഗ്ഗം അവരെ സഹായിക്കണം. ജോലി ചെയ്യുന്ന മക്കൾക്ക് ആരോഗ്യം ബലവും കൊടുത്ത് കൺമണി പോലെ സൂക്ഷിക്കണം. യാതൊരു കൈപ്പഴിയും കൂടെ അതെല്ലാം ചെതിർപ്പാൻ കൃപ നൽകുമാറാകണം. കുടുംബജീവിതത്തിലായിരിക്കുന്ന മക്കളെ സമാധാനത്തോടും സന്തോഷത്തോടും ജീവിപ്പാൻ ഇടയാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവമായ കർത്താവ്, ഞങ്ങളുടെ കൊച്ചു തലമുറകളെ വാഴ്ത്തി അനുഗ്രഹിക്കണമേ. പാലപിടിയിൽ നിന്ന് വിടുവിച്ചുകൊള്ളണേ. ദൈവ കുഞ്ഞുങ്ങളായി വളരുവാൻ സഹായിക്കണമേ കർത്താവേ. ഞങ്ങളായിരിക്കുന്ന ദേശത്തെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു കർത്താവേ. സമസ്ത ഭാരങ്ങളും ഏൽപ്പിക്കുക. ജോലിയില്ലാത്ത കുഞ്ഞുങ്ങൾക്ക് ഉപജീവനമാർഗത്തിന് വഴി തുറക്കണമേ. കുടുംബജീവിതത്തിൽ സമാധാനമില്ലാത്ത മക്കൾക്ക് സമാധാനവും സന്തോഷവും നൽകിയവരെ ജീവിപ്പാൻ സഹായിക്കണമേ. കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്ന ദമ്പതിമാർക്ക് തലമുറകളെ കൊടുത്ത് അനുഗ്രഹിക്കണമേ. ഗർഭിണികളായ കുഞ്ഞുങ്ങളെ മാസന്തികളെ കൂടെ ഇരുന്ന് സുഖപ്രസവം നൽകി ഊനമില്ലാത്ത പൈതങ്ങളെ കണ്ട് സന്തോഷിപ്പാൻ സഹായിക്കണമേ കർത്താവേ. വിവാഹപ്രായമായ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് തക്ക തുണയൊരുക്കി അവരുടെ വിവാഹം നടക്കുവാൻ സഹായിക്കണമേ. വിവാഹം ഹല്ലേലൂയ കർത്താവേ. ഈ ദിവസങ്ങളിൽ നടക്കേണ്ടുന്ന കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണം. വേണ്ടുന്നതിൽ അവർക്ക് വേണ്ടി കരുതി ഒരുക്കി കൊള്ളുമാറാകണം. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു കർത്താവേ.
കടഭാരമുള്ള മക്കളെ സമർപ്പിക്കുന്നു. അവരുടെ ബുദ്ധിമുട്ട് പൂർണ്ണമായും തീർത്തു കൊടുക്കാൻ കഴിവുള്ള അപ്പൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. നാഥാ, പുതുവയസ്സിലേക്കൊക്കെ പ്രവേശിച്ച ജീവിതമുണ്ട്. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആയിരിക്കുന്നിടത്ത് സൂക്ഷിക്കണം. സ്വർഗീയ സമാധാനവും സന്തോഷം നൽകണം. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടണം. ആയുസ്സും ആരോഗ്യവും കൊടുക്കണം. ജോലിയിലൊക്കെ കൂടെയിരിക്കണം. കർത്താവിൻ്റെ വലിയ സാന്നിധ്യം അനുഭവിക്കണം. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുകയാണ്. എല്ലാ വഴികളിലും കൂടിയിരുന്ന് സമാധാനത്തോടെ കാത്തുകൊള്ളണമേ അപ്പ. കുടുംബജീവിതത്തിൽ പ്രവേശിച്ച മക്കളെയും പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. പുതുവർഷക്കാലം പുതിയ നന്മയും സന്തോഷവും കൊടുത്ത് എല്ലാവരെയും കാത്തുകൊള്ളണമേ ദൈവമായ കർത്താവേ. ഈ സമയം ഹല്ലേലൂയ കർത്താവേ, മദ്യത്തിലും മയക്കുമരുന്നിലും കഴിയുന്ന ജീവിതങ്ങളെ സമർപ്പിക്കുന്നു. മാനസാന്തരം നൽകുമാറാകണമെന്നും പ്രാർത്ഥിക്കുകയാണ്. ഇപ്പോൾ കർത്താവേ സ്തോത്ര. യാത്ര ചെയ്യുന്ന ഓരോ മക്കളെയും ഏൽപ്പിക്കട്ടെ. കരയിൽ കൂടി യാത്ര ചെയ്യുന്നവർ, ആകാശം കയറി യാത്ര ചെയ്യുന്നവർ, വെള്ളത്തിൽ കൂടി യാത്ര ചെയ്യുന്ന ഓരോ മക്കളെയും എല്ലാ യാത്രകളിലും കൂടിയിരുന്ന് സുരക്ഷിതമായി എത്തിക്കുമാറാകണം. വഴിമധ്യേ ആരും വലയുവാൻ ഭാരപ്പെടുവാൻ സമ്മതിക്കലേ എന്ന് പ്രാർത്ഥിക്കുന്നു. നാഥാ, ഈ സമയം ഹാലിൽ ഞങ്ങളുടെ ഉപജീവനമാർഗ്ഗം ഏൽപ്പിക്കുകയാണ്. സ്വർഗമൊന്ന് വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകണം. ചെറുതും വലുതുമായ ഉപജീവനമാർഗ്ഗത്തെ അനുഗ്രഹിച്ചാട്ട്, ബിസിനസ് ചെയ്യുന്ന മക്കളെ അനുഗ്രഹിച്ചാട്ട്, സ്വർഗമേ വേണ്ടുന്നേരം ദിനംതോറും കൊടുത്ത് പോഷിപ്പിക്കണമേ. മറ്റുള്ളവരുടെ മുൻപിൽ തലകുനിച്ചു നിൽപ്പാൻ അനുവദിക്കല്ലേ. മറ്റുള്ളവരുടെ മുൻപിൽ കൈനീട്ടുവാൻ അനുവദിക്കല്ലേ. സ്വർഗമെല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. നന്ദി പിതാവേ, നന്ദി. ഈ സമയം കർത്താവ് ഞങ്ങളുടെ രോഗികളെ സമർപ്പിക്കുന്നു. ആശുപത്രിയിലും ഭവനങ്ങളിലുമായിരിക്കുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ടപ്പാ. പൊന്നുകരങ്ങളിൽ സമർപ്പിക്കുന്നു കർത്താവേ. ക്യാൻസർ രോഗികൾ, കിഡ്നി രോഗികൾ, ഹാർട്ടിനും ലിവറിനും കുഴപ്പമുള്ളവർ, മഞ്ഞപ്പിത്തത്തിൻ്റെ അസ്വസ്ഥതയുള്ളവർ, പല്ലിൻ്റെ വേദനയും ഹാലിൽ ചെവിയുടെ വേദനയാൽ ഭാരപ്പെടുന്നവർ, തൈറോയിഡ് ഉള്ളവർ, അലർജിയുടെ അസ്വസ്ഥതയുള്ളവർ, ത്വക്ക് സംബന്ധമായ രോഗമുള്ളവർ, ഉദരസംബന്ധമായ രോഗമുള്ളവർ, ബ്ലീഡിങ് ഉള്ളവർ കർത്താവേ, നീർക്കെട്ടുള്ളവർ ഉണ്ടപ്പാ. മുട്ടിൻ്റെ വേദനയും നടുവിൻ്റെ വേദനയും ഉള്ളവരുണ്ട്. തലയ്ക്കകത്ത് വേദനയാൽ ഭാരപ്പെടുന്നവരുണ്ട് കർത്താവേ. തൈറോയിഡ് ഉള്ളവരുണ്ട് കർത്താവേ. ആസ്മ രോഗികളുണ്ടപ്പാ. അപ്പൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കട്ടെ. ഷുഗറും പ്രഷറും ഉള്ളവർ, കൊളസ്ട്രോൾ ഉള്ളവരെ കർത്താവേ, യൂറിക് ആസിഡും ക്രിയാറ്റിനും ഉള്ളവരുണ്ട് കർത്താവേ. എൻ്റെ അപ്പൻ്റെ ബലമുള്ള കരങ്ങളിലോട്ട് സമർപ്പിക്കുകയാ. സ്വർഗമേ തൊട്ട് സുഖപ്പെടുത്തുമാറാകണമേ. നീ മരുന്നും വൈദ്യനുമായിരിക്കണമേ അപ്പാ. കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കാൻ കഴിയാതെ അനേക പ്രിയപ്പെട്ട ഒരു കർത്താവേ, അഭയം പ്രാപിച്ചിരിക്കുന്ന സ്വർഗം കാണുന്നല്ലോ. തൻ്റെ കുഞ്ഞുങ്ങളുടെ കിടക്ക മാറ്റി വിരിക്കണമേ അപ്പാ. അവർക്ക് സ്വന്തം കാര്യം തീർപ്പാൻ ബലം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മാനസികമായ വിഭ്രാന്തിയിൽ കൂടി കടന്നു പോകുന്നവരുണ്ടപ്പാ. മരുന്നിനടിമപ്പെട്ട ജീവിതമുണ്ട് കർത്താവേ, അവിടുന്ന് വിടുവിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്. കൂട്ടുകാർക്ക് അടിമപ്പെട്ട ജീവിതങ്ങൾ, ഫോണിനടിമപ്പെട്ട ജീവിതങ്ങളൊക്കെ ഉണ്ട്. അവരെയും ഈ സമയം ചേർത്ത് വയ്ക്കുന്ന കർത്താവേ, എൻ്റെ സ്വർഗത്തിലെ ദൈവമേ, കരുണ കാണിക്കണം. ഓപ്പറേഷൻ കഴിഞ്ഞ് വിശ്രമിക്കുന്നവരുണ്ട്, ഓപ്പറേഷൻ തയ്യാറെടുക്കുന്നവരുണ്ട്. എൻ്റെ സ്വർഗത്തിലെ ദൈവമേ, ബയോപ്സി റിപ്പോർട്ട് കാത്തിരിക്കുന്നവരുണ്ട്. എല്ലാം അപ്പൻ്റെ പാദപീഠത്തിൽ സമർപ്പിക്കുന്നു. സമ്പൂർണ്ണമായി ഏൽപ്പിച്ചു തരികയായി എൻ്റെ സ്വർഗം സഹായിക്കുമാറാകണം. അപ്പോൾ ഹാലേലൂയ. സുവിശേഷ വേലകളെയും വേലക്കാരെയും ഓർക്കുന്നു. പട്ടക്കാരെയും മേൽപ്പട്ടക്കാരെയും ദേവാലയങ്ങളെ സമർപ്പിക്കുന്നു. സുഷ്കാന്തിയുടെ കർത്താവിൻ്റെ വേലയിലായിരിക്കാൻ ഓരോ മക്കളെയും സഹായിക്കുമാറാകണമേ. ഹാലേലൂയ. ഞങ്ങളുടെ ഭരണകർത്താക്കൾക്കായി സ്തോത്രം ചെയ്യുന്നു. സുഷ്കാന്തിയോടെ ഭരിക്കുവാൻ, ദൈവഭയത്തിൽ ഭരിക്കുവാൻ, വിശ്വസ്തരായിരിക്കാൻ സ്വർഗം ഓരോ മക്കളെയും സഹായിക്കുമാറാകണം. ഞങ്ങളുടെ ദേശത്തോട് കരുണ കാണിക്കണം. ഞങ്ങളുടെ രാജ്യത്തോട് മനസ്സറിയണം. ഞങ്ങളുടെ കേരളത്തിനായി പ്രാർത്ഥിക്കുന്നു. ഇന്ത്യ മഹാരാജ്യത്തിനായി പ്രാർത്ഥിക്കുന്നു. ഗൾഫ് നാടുകൾക്കായി പ്രാർത്ഥിക്കുന്നു. അമേരിക്കൻ ഐക്യനാടിനായി പ്രാർത്ഥിക്കുന്നു. ഏഷ്യ ഭൂഖണ്ഡത്തിനായി പ്രാർത്ഥിക്കുന്നു. മാനവജനത പാർക്കുന്ന ഓരോ ഇടങ്ങൾക്കായി നന്ദി പറയുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. കഷ്ടനഷ്ടങ്ങളിൽ നിന്ന് വിടുവിക്കണമേ. യുദ്ധങ്ങളിൽ നിന്ന്, ക്ഷാമങ്ങളിൽ നിന്ന്, ഭൂകമ്പങ്ങളിൽ നിന്ന്, മഹാമാരിയിൽ നിന്ന്, ജലപ്രളയത്തിൽ നിന്ന് വിടുവിക്കണം. ഞങ്ങളെയും ഞങ്ങൾക്കുള്ളതിനെയും ഞങ്ങൾക്കുള്ളവരെയും സ്വർഗം സൂക്ഷിക്കുമാറാകണം. ദൂതന്മാരാൽ കാവൽ ചെയ്യണം. സ്വർഗീയ സന്തോഷത്തിൽ ഞങ്ങളെ വഴി നടത്തണം. എല്ലാ നാമത്തിലും മേലായ നാമം എൻ്റെ യേശുവിൻ്റെ നാമമാണ്. അത് ഉയർത്തണം, അത് മഹത്വപ്പെടുത്തണം. അതിന് യോഗ്യമായി ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. എല്ലാം പ്രാർത്ഥിച്ചേൽപ്പിക്കുന്ന കർത്താവ്. പ്രാർത്ഥിപ്പാൻ അടിയൻ മറന്നാലും മറക്കാത്ത വിഷയങ്ങളെ സ്വർഗം ഏറ്റെടുത്തിരിക്കാൻ നന്ദി. അവിടുന്ന് സഹായിക്കുകയും അനുഗ്രഹിക്കുകയും മാനിക്കുകയും ചെയ്യണം. പ്രാർത്ഥന കേട്ട ദൈവകൃപയ്ക്കായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ. സ്തോത്രം.